ഞാനിന്ന് കടലപ്പരിപ്പ് പ്രഥമനാണ് ഉണ്ടാക്കുന്നത്. പ്രഥമൻ ഉണ്ടാക്കാൻ 200 ഗ്രാം കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. ഇനി കടലപ്പരിപ്പൊന്ന് വറുത്തെടുക്കണം. പരിപ്പിൻ്റെ കളറൊന്ന് മാറി മൂത്ത മണം വരുന്നത് വരെ വറുത്തെടുത്താൽ മതി. ഇതിപ്പോൾ പാകത്തിന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി തീ ഓഫാക്കിയ ശേഷം പരിപ്പൊന്ന് നന്നായി കഴുകിയെടുക്കാം. കഴുകിയെടുത്ത പരിപ്പ് പ്രഷർ കുക്കറിലിട്ട് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് 6-7 വിസിൽ വരുന്നതുവരെ വേവിച്ചെടുക്കാം. പ്രഷറൊക്കെ പോയിട്ടും പരിപ്പ് നന്നായി വെന്തില്ലെങ്കിൽ 3-4 വിസിൽ വരുന്നതുവരെ ഒന്നുകൂടി വേവിച്ചാൽ മതി. പരിപ്പ് വെന്ത് വരുമ്പോഴത്തേക്ക് 1.5 മുറി തേങ്ങ ചിരവിയെടുത്ത് പാലെടുത്ത് വെക്കണം. ചിരവിയ തേങ്ങയിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് മിക്സിയിലടിച്ച് 1-ാം പാലെടുത്ത് മാറ്റി വെക്കാം. ശേഷം 1 കപ്പ് വെള്ളം കൂടി തേങ്ങയിലേക്ക് ഒഴിച്ച് 2-ാം പാലും എടുത്ത് വെക്കണം. ഇതിപ്പോൾ 7 വിസിൽ വന്നിട്ടുണ്ട്. പ്രഷറൊക്കെ നന്നായി പോയി തനിയെ തണുത്ത ശേഷം തുറക്കാം. ഇതിപ്പോൾ നന്നായി തണുത്ത് വന്നിട്ടുണ്ട്. തുറന്ന് നോക്കാം. പരിപ്പ് നന്നായി വെന്തിട്ടുണ്ട്. പരിപ്പ് നന്നായി വെന്ത ശേഷം 3/4 ഭാഗം പരിപ്പ് നന്നായി ഉടച്ചെടുക്കണം. ഇനി ഉടച്ചെടുത്ത പരിപ്പ് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇതിലേക്ക് 1/2 കിലോ ശർക്കര പാനിയാക്കി അരിച്ചെടുത്തത് കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ച് മാത്രം വെള്ളം ശർക്കരയിലേക്ക് ചേർത്ത് പാനിയാക്കി എടുത്താൽ മതി. പരിപ്പും ശർക്കര പാനിയും കൂടി ഇളക്കി നന്നായി യോജിപ്പിച്ച് കൊടുക്കാം. കൂടെ 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ഇതിലേക്ക് ചേർത്ത് ഇളക്കി കൊടുക്കാം. നെയ്യ് ചേർത്ത് ശർക്കര പാനിയും പരിപ്പൊക്കെ നന്നായി ഒന്ന് കുറുകി വരണം. അധികം വറ്റി വരണ്ട. ഇതിപ്പോൾ പാകത്തിന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3/4 കപ്പ് 2-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. പാലൊഴിച്ച ശേഷം നന്നായി ഇളക്കി യോജിപ്പിച്ച് ചെറുതായി ഒന്ന് കുറുകിയെടുക്കണം. ഇതിലേക്കിനി 1 നുള്ളു ഉപ്പും 1 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. ഇത് ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. 2-ാം പാൽ ഒഴിച്ച ശേഷം ചെറുതായി ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1-ാം പാൽ കൂടി ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് ഇളക്കി തീ ഓഫാക്കാം. ഇതിലേക്കിനി 1/2 ടീസ്പൂൺ ഏലക്കായ പൊടിയും വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ചേർത്ത് ഇളക്കി കൊടുക്കാം. എല്ലാം കൂടി നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം വാങ്ങി വെക്കാം.